അറബി ഭാഷ അത്രമേൽ പ്രണയത്തോടെ വിളിക്കുന്ന പേരാണ് ലൈല. ലൈലയെ വിവാഹം കഴിക്കാനായി കാത്തിരുന്നും സഞ്ചരിച്ചും അലഞ്ഞു തീർന്ന് ഭ്രാന്തനായ കൈസ്. ലൈലയുടെ ഭ്രാന്തൻ എന്നർത്ഥം വരുന്ന ലൈല മജ്നൂൻ എന്ന് കഥകളിൽ വന്നത് അങ്ങനെയാണ്. നമ്മൾക്കൊക്കെ അറിയാവുന്ന അറേബ്യൻ പ്രണയ കഥകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ലൈലയുടെയും ഖൈസിന്റെയും കഥ. ഒരുപക്ഷെ മലയാളികൾക്ക് പരിചയം ലൈല മജ്നൂൻ എന്ന പേരിലായിരിക്കും. ആ കഥയിലുള്ള കഥാപാത്രങ്ങൾ പക്ഷേ ജീവിച്ചിരുന്നവരാണ്. സൗദി അറേബ്യയിൽ നിന്നും 300 കിലോമീറ്റർ അകലെ ലൈല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലാണ് അവരുടെ പ്രണയത്തിന്റെ തുടക്കം. റിയാദിൽ നിന്നും വാദി ദവാസറിലേക്കുള്ള വഴിയിലാണ് അഫ്ലജ് എന്ന പട്ടണം. ഈ പട്ടണത്തിന്റെ ഹൃദയമാണ് ലൈല എന്ന ഗ്രാമം. സംശയിക്കേണ്ട, ആ പ്രണയ കഥയിലെ നായികയുടെ പേരിൽ തന്നെയാണ് ഈ ഗ്രാമത്തിന് ആ പേര് വന്നതും. ലൈലയിലേക്കുള്ള വഴിയെന്നും മൺപാത നിറഞ്ഞു തന്നെ. അതിലൂടെ കയറി ഞങ്ങൾ ലൈലയുടെയും ഖൈസിന്റെയും നാട്ടിലെത്തി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ലൈലയും ഖൈസും ജനിച്ചു വളർന്ന അൽ ഐൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ലൈല എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 36 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം നിൽക്കുന്നത്. ഈ മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലൈലയും ഖൈസും ജനിച്ചു വളർന്ന നാട് എന്നുള്ളത് മാത്രമല്ല, അവർ രണ്ടുപേരും ആടിനെ മേയ്ക്കുന്ന സമയത്ത്, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് രണ്ടുപേരും നേരെ പോയി മഴ കൊള്ളാതിരിക്കാൻ ഒളിച്ചിരുന്ന ഒരു ചെറിയ ഗുഹയുണ്ട് ഇവിടെ. അതിനു മുകളിലേക്കാണ് നമ്മൾ ഇനി കയറാൻ പോകുന്നത്. കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും വായനക്കാരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഏറ്റവും പ്രയാസമുള്ള ഒരു നിമിഷമായിരിക്കും ലൈലയുടെയും മജ്നുവിന്റെയും വേർപാട്. പക്ഷെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥയിൽ ഇന്നും അതേപടി നിലനിൽക്കുന്ന ഒരിടമാണ് ഈ ഗുഹയും പരിസരവും. ബാക്കിയുള്ള ഇടങ്ങളെല്ലാം തന്നെ കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അക്കാലത്തെ പ്രമുഖമായ ആമിരിയ ഗോത്രത്തിലായിരുന്നു ഇരുവരും പിന്നീട് ഒരുമിക്കാതിരിക്കാൻ അക്കാലത്ത് 1000 കിലോമീറ്റർ അകലെയുള്ള തൈമയിലേക്കാണ് ലൈലയെ കെട്ടിച്ചുവിട്ടത്. ലൈലയെ തേടി ഖൈസ് ഏറെക്കാലം മരുഭൂമിയിലൂടെ അലഞ്ഞു. ഇതറിഞ്ഞ ലൈലയുടെ ഭർത്താവ് അവളെയും കൂട്ടി ഇറാഖിലേക്ക് പോയെന്നാണ് കഥ. പിന്നീട് അവിടെ വെച്ച് ലൈല മരണപ്പെട്ടു. ഈ വിവരം പറയാനെത്തിയ സുഹൃത്തുക്കൾ പിന്നെ കാണുന്നത് ലൈലയുടെ ഖബറിനരികെ മരണപ്പെട്ടു കിടക്കുന്ന ഖൈസിനെയാണ്. കഥയും സംഭവങ്ങളും അതിശയോക്തികളും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഇക്കഥ പക്ഷേ അറേബ്യയിലെ നിത്യഹരിത പ്രണയ ചിത്രമാണ്. സ്വന്തം ഗോത്രത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ച ഖൈസിന് ലൈലയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആമിരിയ ഗോത്രക്കാർ തയ്യാറായില്ല. പിന്നീട് ഒരിക്കലും അവർ തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി ലൈലയെ വിവാഹം കഴിച്ചുവിടുന്നത് 1300 കിലോമീറ്റർ അകലെ തൈമയിലേക്കാണ്. അവിടെ നിന്നാണ് ഖൈസ് പിന്നീട് മജ്നൂൻ അഥവാ ഭ്രാന്തനായി മാറുന്നത്. ലൈല എന്നാൽ രാത്രി എന്നാണ് അർത്ഥം. രാത്രിയിൽ ലൈലയിൽ നിന്നും മടങ്ങുമ്പോൾ ചുറ്റിലെവിടെയോ ഖൈസ് ഉണ്ടെന്ന് തോന്നും. ചുറ്റും ഒറ്റപ്പെട്ട ഈത്തപ്പനകൾ അക്കതയെന്നും ഓർത്തു നിൽപ്പാണെന്നും തോന്നും. ലൈലയിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1.